നമ്മൾ +2 ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ആണ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇത് ചാപ്റ്റർ 1ൻ്റെ കണ്ടിന്യൂഷനാണ്. എല്ലാവരും ചാപ്റ്റർ 1ലെ കോൺസെപ്റ്റ് നന്നായി പഠിക്കേണ്ടത് അനിവാര്യമാണ്. ആദ്യം നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ടോപ്പിക്ക് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ നമ്മൾ വി എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു ചാർജ് എടുക്കുന്നു, അതായത് ഒരു പ്ലസ് ക്യൂ ചാർജിനെ എടുക്കുന്നു, ഒരു പ്ലസ് പോസിറ്റീവ് ക്യൂ ചാർജിനെ എടുക്കുന്നു, ഒരു പ്ലസ് ക്യൂ ചാർജിനെ എടുക്കുന്നു. നമുക്കറിയാം ഒരു ചാർജിന് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടല്ലേ. ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പോയിന്റ് പി യെ പരിഗണിക്കുന്നു. ഈ ചാർജിന് ചുറ്റുമുള്ള ഈ ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഒരു പോയിന്റ് പി യെ നമ്മൾ പരിഗണിക്കുകയാണ്. ഈ ക്യൂ ടു പി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറായിട്ട് നമ്മൾ എടുക്കുന്നു. ക്യൂവും പിയും തമ്മിലുള്ള സെപ്പറേഷൻ ആറായിട്ട് നമ്മൾ എടുക്കുന്നു. ഇനി രണ്ടാമത് ഞാനൊരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്, അതായത് +1 കൂളോം, ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ വയ്ക്കാൻ പോവുകയാണ്. അതായത് +1 കൂളോം ചാർജിനെ വയ്ക്കാൻ പോവുകയാണ്. എവിടെയാണ് വയ്ക്കുന്നത്? ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അകലത്തിൽ വയ്ക്കുന്നു. ഒരു ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അകലത്തിലാണ് ഈ +1 കൂളോം ചാർജിനെ വയ്ക്കുന്നത്. ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പുറത്താണ് എന്നാണ്. ഇപ്പം പി എന്ന് പറയുന്ന പോയിന്റ് ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അകത്തുള്ളൊരു പോയിന്റാണ്. നമ്മൾ +1 കൂളോം ചാർജ് കൊണ്ടുവയ്ക്കുന്നത് ഈ ഇലക്ട്രിക് ഫീൽഡിനും പുറത്തൊരു പോയിന്റാണ്. ഒരു ഇൻഫിനിറ്റ് വളരെ വളരെ അകലെയുള്ള ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ ഈ +1 കൂളോം ചാർജിനെ കൊണ്ടുവയ്ക്കുന്നത്. ഇനി ഈ +1 കൂളോം ചാർജിനെ പോയിന്റ് പിയിൽ കൊണ്ടുവരണം. അതായത് ഈ ഒരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവരണം. ഈ +1 കൂളോം ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും പി എന്ന് പറയുന്ന പോയിന്റ്, പി എവിടെയാണ് ഇരിക്കുന്നത്? ഈ ക്യൂവിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനകത്ത്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പോയിന്റ് പിയിലോട്ട് കൊണ്ടുവരണം. നമുക്കറിയാം ഇവിടെ ഇരിക്കുന്നത് ഒരു പോസിറ്റീവ് ചാർജാണ്, ഇവിടെ ഇരിക്കുന്നതും ഒരു പോസിറ്റീവ് ചാർജാണ്. ഇവ തമ്മിൽ എന്ത് ഫോഴ്സാണ് ഉണ്ടാകുന്നത്? അട്രാക്റ്റീവ് ഫോഴ്സാണോ റിപ്പൾസീവ് ഫോഴ്സാണോ? നമുക്കറിയാം റിപ്പൾസീവ് ഫോഴ്സ് ആണല്ലേ. അപ്പോൾ റിപ്പൾസീവ് ഫോഴ്സ് ആയതുകൊണ്ട് ഈ ഒരു ചാർജിനെ ഒന്ന് എങ്ങോട്ട് തള്ളുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ റിപ്പൾസീവ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. എഫിൻ്റെ ഡയറക്ഷൻ നമ്മൾ വരച്ചു. അപ്പോൾ റിപ്പൾസീവ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. ഈ റിപ്പൾസീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വർക്ക് നടന്നാൽ മാത്രമേ നമുക്ക് ഈ +1 കൂളോം ചാർജിനെ എവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ? ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ ചാർജിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി അതെവിടെ വരുന്നു? പിയിൽ വരുന്നു. അപ്പോൾ നമുക്ക് ഇതിനെതിരെയായിട്ട് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും അല്ലേ. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ചാർജിന് എന്ത് ചെയ്യും? ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകുന്നു. അപ്പോൾ നമുക്കറിയാം ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്താണ്? വർക്ക് ഡൺ ആണല്ലേ. അപ്പോൾ അവിടെ ഒരു വർക്ക് ചെയ്യപ്പെടുന്നു. ആ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് വരുന്നത്? ഈ +1 കൂളോം ചാർജ് ഈ പി എന്ന് പറയുന്ന പോയിന്റിലോട്ട് എത്തിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈ വർക്ക് ഡൺ ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ വി എന്ന് പറയുന്നത് ഇവിടെ ഈ ചെയ്ത വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പറയാം. പൊട്ടൻഷ്യൽ വി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഇൻ എ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, നമുക്ക് പറയാം പൊട്ടൻഷ്യൽ വി ഈസ് ദി എന്ത് തന്നെയാണ്? വർക്ക് ഡൺ ആണ്. പൊട്ടൻഷ്യൽ വി ഈസ് ദി വർക്ക് ഡൺ എവിടെ നിന്ന് കൊണ്ടുവരണം? ടു ബ്രിങ്
എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്, എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഫ്രം എവിടെ നിന്നാണ്? ഇൻഫിനിറ്റി, ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് ഇൻ എ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡിലുള്ള പി എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് കൊണ്ടുവരാൻ വേണ്ട വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു വർക്ക് ഡൺ ആണ്. അത് എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുവരണം? ഇൻഫിനിറ്റിയിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ട വർക്ക് ഡൺ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. പൊട്ടൻഷ്യലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് വി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് പൊട്ടൻഷ്യൽ വി എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. നമുക്കറിയാം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വർക്ക് ഡൺ ഓൺ എ ചാർജ് ആണ്. അപ്പോൾ വർക്ക് ഡൺ ഓൺ എ ചാർജ്. അപ്പോൾ വി എന്ന് പറയുന്നത് W/Q ആണ്. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വർക്ക് ഡിവൈഡഡ് ബൈ ക്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ വി കിട്ടും. നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറയുന്നത്, വർക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വർക്ക് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു വർക്ക് ഡൺ ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഏത് ക്വാണ്ടിറ്റിയാണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്നും പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. എളുപ്പമാണ്. വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, ജൂളാണ്. അതുപോലെ നമുക്ക് ചാർജിൻ്റെ യൂണിറ്റ് അറിയാം, കൂളോമാണ്. അപ്പോൾ ജൂൾ പെർ കൂളം. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ കൂളം, അല്ലെങ്കിൽ നമുക്ക് വോൾട്ട് എന്നും പറയാം. അപ്പോൾ പൊട്ടൻഷ്യലിന് ജൂൾ പെർ കൂളം എന്ന് പറയുന്ന യൂണിറ്റും ഉണ്ട്, അല്ലെങ്കിൽ വോൾട്ട് എന്നും പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച പോയിന്റ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്തെന്നാണ്. ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ആ ചാർജിനെ നമുക്ക് എവിടെ കൊണ്ടുവരണം? ഈ ഇലക്ട്രിക് ഫീൽഡിലുള്ള പി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിലോട്ട് കൊണ്ടുവരണം. ഇതിന് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നു, അവിടെ ഒരു വർക്ക് നടന്നു. ഇങ്ങനെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും പോയിന്റ് പിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ അവിടെ ഉണ്ടായ വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ വി എന്ന് വിളിക്കുന്നത്. ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ വർക്ക് ഡൺ ബൈ ചാർജ് നോക്കിയാൽ നമുക്ക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. ഇതിൻ്റെ യൂണിറ്റ് ജൂൾ പെർ കൂളം അല്ലെങ്കിൽ വോൾട്ടാണ്. ഇതോടുകൂടി പാർട്ട് 1 വീഡിയോ അവസാനിക്കുന്നു. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം അറിയിക്കുമല്ലോ.